ഹായ് നമസ്കാരം, ദീപക് വിവി പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കുട്ടികളുടെ സൂംബയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് കിഡ്സ് സൂംബ? അതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കിഡ്സ് സൂംബ എന്ത്, അതിന്റെ ബെനിഫിറ്റ് എന്താണ്, കുട്ടികൾക്ക് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് കിഡ്സ് സൂംബ സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഇതിന്റെ ക്ലാസ് ടൈമിംഗ് എങ്ങനെയാണ്. അപ്പൊ അതിനു മുൻപ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് കിഡ്സ് സൂംബ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കിഡ്സ് സൂംബ ഇന്ന് ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ വളരെ സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് പ്രോഗ്രാം ആണ്. കാരണം ഇത് കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. മ്യൂസിക്, ഡാൻസ്, ഗെയിം ആക്ടിവിറ്റിയിലൂടെ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് കുട്ടികൾക്ക് സൂംബ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും. എന്നാൽ ഇതിന്റെ ബെനിഫിറ്റ് എന്ത്, ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയം. ഈ ബെനിഫിറ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളുടെ മക്കൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട്, നമ്മുടെ മക്കൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട്, നമ്മളൊന്ന് സ്വയം ചോദിച്ചു നോക്കണം. ഞാനൊരു 10 ബെനിഫിറ്റിനെ കുറിച്ച് പറയും. അപ്പൊ അതിൽ നിങ്ങൾ മാർക്ക് ഇടണം. എന്റെ കുട്ടിക്ക് ഇതിൽ കുറച്ച് കുറവുണ്ട്, അത് നമുക്ക് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത് ഓരോ പാരന്റ്സും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ ആണല്ലോ? അതിൽ ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്നറിയോ? കിഡ്സ് സൂംബ ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഫിറ്റ്നസിന് നല്ലതാണ്. ഇന്നത്തെ കാലഘട്ടത്തില് നമ്മളെ കുട്ടിക്കാലം ഒന്ന് ഓർത്ത് നോക്കിയേ. ഫിസിക്കൽ ഹെൽത്ത് കിട്ടാൻ നമ്മൾ സ്കൂളിൽ നിന്ന് ഓടി, അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞാൽ നമ്മൾ ഓടി പാടത്തും പറമ്പിലൊക്കെ കളിച്ച് സ്കൂളിലേക്ക് നടന്നു പോയി, ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ മക്കൾക്ക് സാഹചര്യങ്ങൾ പ്രതികൂലമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫിസിക്കൽ ഹെൽത്തിൽ ഞാൻ പറയുന്നു ഭൂരിഭാഗം പേരൻസും കോൺഷ്യസ് ആണ്. ഭൂരിഭാഗം പേരൻസും വളരെ സംശയത്തോട് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കുട്ടിയുടെ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച്. ആണോ അല്ലേ? സോ കിഡ്സ് സൂംബ ചെയ്താൽ ഫിസിക്കൽ ഹെൽത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ മെന്റൽ ഫിറ്റ്നസ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പല പേരൻസും പറയാറുണ്ട്, എന്തെന്നറിയോ, ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം നോക്കി നോക്കൂ, അവര് ഭയങ്കര ഒന്നും സഹിക്കാനുള്ള കഴിവ് അവർക്കില്ല. കാരണം അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യം മാറ്റാൻ എപ്പോഴും നമുക്ക് പറ്റണമെന്നില്ല. പക്ഷേ കുട്ടികൾക്ക് അതിനുള്ളൊരു വഴി ഒരുക്കി കൊടുക്കാം. മെന്റൽ ഫിറ്റ്നസ് കൂട്ടാൻ ഏറ്റവും നല്ലതാണ് കിഡ്സ് സൂംബ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ സെൽഫ് കോൺഫിഡൻസ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ക്ലാസ് റൂമിൽ നമ്മുടെ കുട്ടി വളരെ കോൺഫിഡന്റ് ആയിട്ട് ആൻസർ പറയുന്നത്, വളരെ കോൺഫിഡന്റ് ആയിട്ട് പ്രോഗ്രാമുകളൊക്കെ അവൻ പങ്കെടുക്കുന്നത്, എന്തുകൊണ്ടാണ് കുട്ടികളുടെ കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നത്? ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഈ കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടികൾ മെല്ലെ 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 ഒഴിഞ്ഞു മാറും. ഒരു ഗ്രൂപ്പിൽ നിന്നൊക്കെ അവൻ എന്ത് ചെയ്യുന്നു? മെല്ലെ ഉൾവലിയും. എന്നാൽ കിഡ്സ് സൂംബ എന്നുള്ളത് ഒരു ഗ്രൂപ്പായി ചെയ്യുന്ന എക്സസൈസ് പ്രോഗ്രാമാണ്. അവിടെ എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അവൻ മുന്നിൽ നിന്ന് അവൻ ഡാൻസും അതുപോലെ തന്നെ എക്സസൈസും ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികളുടെ മുന്നിൽ അവൻ പെർഫോം ചെയ്യാണ്. ഇത് അവന്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. ഈ കോൺഫിഡൻസ് അവൻ സ്കൂളിലും അവന്റെ ബാക്കിയുള്ള ലൈഫിലും അവൻ ആ കോൺഫിഡൻസ് കൂട്ടാൻ ഒരു പ്രയോജനമാകുന്ന ഒരു എക്സസൈസ് പ്രോഗ്രാമാണ് സൂംബ. അതുകൊണ്ട് ഒരു സംശയമില്ല, കിഡ്സ് സൂംബ യഥാർത്ഥത്തിൽ വർക്ക്ഔട്ട് ചെയ്താൽ കുട്ടികളുടെ സെൽഫ് കോൺഫിഡൻസ് കൂടും. മൂന്നാമത്തെ ഒരു കാര്യമാണ് സ്ട്രെസ് റിലീഫ്. വലിയവർക്ക് മാത്രമല്ല സ്ട്രെസ്, ഓരോ കുട്ടികൾക്കും ഇന്ന് സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ് അവർ പലതരത്തിൽ പ്രകടിപ്പിക്കും. എന്നാൽ സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും നല്ല ഒരു എഫക്റ്റീവ് എക്സസൈസ് പ്രോഗ്രാമാണ് കിഡ്സ് സൂംബ എന്ന് പറയുന്നത്. നാലാമത്തത് വെയിറ്റ് മാനേജ്മെന്റ്. ഇന്ന് ലോകം മുഴുവനുള്ള വലിയൊരു ക്രൂഷ്യൽ ഇഷ്യൂ ആണ് വെയിറ്റ് കൂടുക എന്നുള്ളത്. ആണോ അല്ലേ? കുട്ടികൾ ഒബീസ് ആയിട്ട് മാറുകയാണ്. ഓവർ വെയിറ്റിലാണ് കുട്ടികൾ പോണത്. കാരണം കുട്ടികൾക്ക് ഇന്ന് ഇഷ്ടം ഫാസ്റ്റ് ഫുഡ് രീതികളാണ്. ഇത് അവരുടെ ലൈഫിന് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. ജീവിതത്തില് അടുത്ത വർഷത്തിൽ അല്ലെങ്കിൽ അവർ വലുതാവുന്ന സമയത്ത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്തായാലും വരുന്നൊരു സാഹചര്യത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ കുട്ടികൾ എക്സസൈസ് ചെയ്യണം. കുട്ടികൾ എക്സസൈസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എക്സസൈസ് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ വെയിറ്റ് മാനേജ്മെന്റിന് ഏറ്റവും നല്ല ഒരു എഫക്റ്റീവ് പ്രോഗ്രാമാണ് കിഡ്സ് സൂംബ. അടുത്ത അഞ്ചാമത്തെ ഒരു ബെനിഫിറ്റിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടീം വർക്ക് ആൻഡ് കോപ്പറേഷൻ. ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓരോ പോയിന്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. പക്ഷെ ചുരുങ്ങിയ സമയമായതുകൊണ്ടാണ് നീട്ടി പറയുന്നത്. ടീം വർക്ക്. നമ്മൾ കുട്ടികൾ ഇന്ന് ഒറ്റയ്ക്കല്ല ജീവിക്കേണ്ടത്. ഒന്നും നേടാൻ പറ്റില്ല അവർക്ക്. കാരണം നാളത്തെ കോമ്പറ്റീറ്റീവ് വേൾഡില് അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ലൊരു ടീം പ്ലെയർ ആയിട്ട് മാറണം. ഇപ്പൊ തന്നെ അവരൊരു ടീം പ്ലെയർ ആക്കി മാറ്റണം നമ്മള്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ടീം വർക്ക് ആൻഡ് കോപ്പറേഷൻ. സൂംബ എന്നുള്ളത് ഒരു ഗ്രൂപ്പ് എക്സസൈസ് പ്രോഗ്രാം ആണ്. ഒരു കോപ്പറേറ്റീവ് ആയിട്ട് ഒരു ടീം വർക്കിലൂടെയാണ് അവർ ഇത് ചെയ്യുന്നത്. സോ ഇപ്പൊ തന്നെ അവർക്ക് ടീം വർക്കും കോപ്പറേഷനും പഠിക്കാം. അതുപോലെ തന്നെ ആറാമത്തെ ഒരു കാര്യമാണ് ഇൻക്രീസ് എനർജി ലെവൽ. എനർജി ഇല്ലാത്ത കുട്ടികളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എപ്പോഴും മൂടിയായിട്ട് താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന ഒന്നിനും ആക്റ്റീവ് അല്ലാത്ത കുട്ടികൾ
എത്രമാത്രം പാരന്റ്സ് കൺസേൺ ആണ് എനർജിയുടെ കാര്യത്തിൽ. എനർജി ഒരു ദിവസം കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം എനർജി കിട്ടില്ല, ഉറങ്ങുന്നത് കൊണ്ട് മാത്രം എനർജി കിട്ടില്ല. അതിനുള്ള വേദികൾ ഒരുക്കി കൊടുക്കണം. എനർജി കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി എനർജിയുള്ള ആളുകളുമായിട്ട് ഇടപെടുത്തണം. എനർജിയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ കൊണ്ടുപോകണം. കിഡ്സ് സൂംബ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഒരു എനർജറ്റിക് പ്രോഗ്രാമാണ്. അത് സൗണ്ട് ആയിട്ടും വൈബായിട്ടും ഡാൻസ് ആയിട്ടും നമ്മൾ എനർജറ്റിക് ആക്കുന്ന ഒരു പ്രോഗ്രാമാണ് കിഡ്സ് സൂംബ. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എനർജി ലെവൽ കൂട്ടാൻ ഏറ്റവും നല്ലതാണ് കിഡ്സ് സൂംബ. സോഷ്യൽ ഇന്ററാക്ഷൻ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു, ഇതൊരു ഗ്രൂപ്പായി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ സോഷ്യൽ ആയിട്ട് മാറും. ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന് പകരം, ഒറ്റയ്ക്ക് മൊബൈലിൽ നോക്കി ഇരിക്കുന്നതിന് പകരം അവൻ സോഷ്യലി ഇടപഴകാനുള്ള ചാൻസ് ആണ്. സോഷ്യൽ ഇന്ററാക്ഷൻ സ്കിൽ ഇല്ലാതെ ഇനിയുള്ള കാലത്ത് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും നമ്മൾ ചിന്തിച്ചു നോക്കുക. സോ കുട്ടികളുടെ സോഷ്യൽ ഇന്ററാക്ഷൻ സ്കില്ല് കൂട്ടാനുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് കിഡ്സ് സൂംബ. അതുപോലെ തന്നെയാണ് ഡിസിപ്ലിൻ ആൻഡ് ഫോക്കസ്. ഇത് തീർച്ചയായും നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടും. പക്ഷെ ഇവിടെ എന്താണെന്നറിയോ, ഡിസിപ്ലിൻ കൂടാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു സൂംബ ട്രെയിനർ ആണെങ്കിൽ, ഞാൻ ട്രെയിനർ അല്ല, നമ്മുടെ സ്ഥാപനത്തിൽ ട്രെയിനേഴ്സ്, ഞാൻ എക്സാമ്പിൾ പറയുകയാണെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ട്രെയിനർ മുന്നിൽ നിന്നാണ് ഡാൻസ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ പ്രാക്ടീസ് കാണിച്ചു കൊടുക്കുക. ഇതെന്ത് ചെയ്യും, കുട്ടികൾ എന്ത് ചെയ്യും, അതനുസരിച്ച് ഫോളോ ചെയ്യും. ആ കറക്റ്റ് സമയത്ത് അവർ ആ കറക്റ്റ് സ്റ്റെപ്പ് ഫോളോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിസിപ്ലിൻ വർക്ക്ഔട്ട് ആവും. കൂടാതെ അവൻ ഫോക്കസ്ഡ് ആണ്. അവൻ ആ ട്രെയിനറെ മാത്രമാണ് നോക്കുന്നത്. ആ ട്രെയിനർ നോക്കുന്നു, മ്യൂസിക് കേൾക്കുന്നു, അതിനനുസരിച്ചാണ് അവൻ ആ ട്രെയിനറുടെ കൈ പോകുന്നതിനനുസരിച്ച് അവൻ എന്ത് ചെയ്യുന്നു, ഫോക്കസിങ് പവർ കൂടുന്നു. സോ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസിപ്ലിൻ ആൻഡ് ഫോക്കസ് കൂട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് കിഡ്സ് സൂംബ. അതുപോലെ തന്നെ കോർഡിനേഷൻ ആൻഡ് മോട്ടോർ സ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മ്യൂസിക്കിനനുസരിച്ച്, ട്രെയിനറുടെ സ്റ്റെപ്പിനനുസരിച്ച് അവന്റെ കോർഡിനേഷൻ സ്കില്ലും മോട്ടോർ സ്കില്ലും മെല്ലെ 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 ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അതുപോലെ തന്നെ ലീഡർഷിപ്പ് സ്കിൽ. എങ്ങനെയാണെന്നറിയോ, വലിയൊരു ഗ്രൂപ്പ് 20 പേരുള്ള കിഡ്സ് സൂംബ ബാച്ച്, പല ഏജ് ഗ്രൂപ്പിലുള്ള പല സ്ഥലത്തുള്ള കുട്ടികൾ ഉണ്ടാവും. അവിടെ ട്രെയിനർ ഒരു സ്റ്റെപ്പ് മുന്നിൽ നിന്ന് കാണിക്കാൻ പറയുമ്പോൾ അവൻ അത് മുന്നിൽ നിന്ന് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഇത് അവന്റെ ലീഡർഷിപ്പ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യും. സോ 10 ബെനിഫിറ്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഫിസിക്കൽ ആൻഡ് മെന്റൽ ഫിറ്റ്നസ്. രണ്ടാമത്തത്, സെൽഫ് കോൺഫിഡൻസ് കൂട്ടും, സ്ട്രെസ് കുറയ്ക്കും. അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ടീം വർക്ക് ആൻഡ് കോപ്പറേഷൻ നന്നായിട്ട് കൂട്ടും. കൂടാതെ ഇൻക്രീസ് എനർജി ലെവൽ, കുട്ടികളുടെ എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ പവർ കൂട്ടും, അല്ലെങ്കിൽ ആ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഡിസിപ്ലിൻ ആൻഡ് ഫോക്കസ്, കോർഡിനേഷൻ ആൻഡ് മോട്ടോർ സ്കിൽ, ലീഡർഷിപ്പ് സ്കിൽ. ഈ 10 ബെനിഫിറ്റിനെ കുറിച്ച് പഠിച്ചു. ഇനി ലാസ്റ്റ് 2 more പോയിന്റ്സ്. ഏത് ഏജ് ഗ്രൂപ്പിലാണ് ഇത് നോർമലി ചെയ്യുന്നത് പറയുകയാണെങ്കിൽ, 4 വയസ്സിന്റെ മുകളിലേക്കായി കഴിഞ്ഞാൽ നമ്മൾ കിഡ്സ് സൂംബ ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇത് ഓവർ വെയിറ്റ് എടുക്കുന്ന എക്സസൈസ് കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരു 4 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് ധൈര്യമായിട്ട് കിഡ്സ് സൂംബ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാം. കൂടാതെ തന്നെ ക്ലാസ്. എന്തൊക്കെയാണ് ക്ലാസിന്റെ ടൈമിംഗ് എന്ന് പറയുകയാണെങ്കിൽ, ഏജ് ഗ്രൂപ്പിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ചില കുട്ടികൾക്ക് ഒരുപാട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആ സർട്ടിഫൈഡ് ലൈസൻസ് ട്രെയിനറുമായിട്ട് ആദ്യമേ ഡിസ്കസ് ചെയ്യണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് എക്സെപ്ഷൻ ഉണ്ട്. ബാക്കി എല്ലാ കുട്ടികൾക്കും നോർമലി എന്ത് ചെയ്യാം, കിഡ്സ് സൂംബ ചെയ്യാം. ഇനി നമ്മൾ ക്ലാസ് ടൈം നോക്കുകയാണെങ്കിൽ, നമുക്ക് നിയാഫിയയിൽ 2 ടൈപ്പ് ക്ലാസ് വരുന്നുണ്ട്. ഒന്ന് ഓഫ്ലൈൻ ക്ലാസ്സസും ഉണ്ട്, രണ്ടെന്താണ് ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഓഫ്ലൈൻ നമുക്ക് 2 ടൈപ്പ് അവൈലബിൾ ആണ്. സ്കൂളുള്ള ദിവസങ്ങളിൽ നമുക്ക് അവൈലബിൾ ഉണ്ട്, വർക്കിംഗ് ഡേയ്സിലും ഉണ്ട്, അതുപോലെ തന്നെ വീക്ക് ഡേയ്സിലും നമുക്ക് സാറ്റർഡേ ആൻഡ് സൺഡേ ദിവസങ്ങളിൽ നമുക്ക് അവൈലബിൾ ആണ്. 1 മണിക്കൂറാണ് നമ്മുടെ ക്ലാസ് ടൈം വരുന്നത്, 1 മണിക്കൂറിന്റെ പ്രോഗ്രാം. അപ്പോൾ സാറ്റർഡേ സൺഡേ എടുക്കുന്ന കുട്ടികൾക്ക് ഒരാഴ്ചയിൽ 2 മണിക്കൂർ, സ്കൂളുള്ള ദിവസങ്ങളാണെങ്കിലും ആഴ്ചയിൽ 2 ദിവസം ഓരോ മണിക്കൂർ വെച്ച് ടോട്ടൽ 8 hours ആണ് എന്തുള്ളത് നമ്മുടെ ഈ പ്രോഗ്രാം വരുന്നത്. 8 hours ആണ് നമ്മൾ ഈ എക്സസൈസ് ആക്ടിവിറ്റി ഫിസിക്കലി ആണ് ചെയ്യുന്നത്, സൂമിലാണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ചെയ്യുന്നത്. ബാക്കി ദിവസങ്ങളിൽ കുട്ടികൾക്ക് ഇത് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഈ കാലഘട്ടത്തിൽ കിഡ്സ് സൂംബ എന്ന് പറയുന്നത് വളരെ 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 എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് പ്രോഗ്രാം ആണ്. നിർബന്ധമായിട്ടും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്ന ഒരു പ്രോഗ്രാം ആണ്. സോ കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. എനിവേ, താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്, Deepak VV from Team Niafia.